അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സിനെ എവിടേക്കും തോളിക്കാൻ കഴിയൂല. ഞാൻ എന്നോട് പറയുന്ന ചില മന്ത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുക എന്നതിനാണ് ഞാനിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ 2008 മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസിൽ മനഃശാസ്ത്ര ഇസ്ലാമിക് സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വന്തം ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് ചിന്തിച്ചത് കൊണ്ട് മാറൂല, പ്രവർത്തിച്ചത് കൊണ്ടും മാറൂല. ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർക്കേ മാറാൻ കഴിയുള്ളൂ. എന്നാൽ ചിന്തിച്ചിരുന്നത് കൊണ്ട് പ്രവർത്തനം ഉണ്ടാവില്ല, പ്രവർത്തിച്ചത് കൊണ്ട് ചിന്ത ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുമ്പോൾ ചിന്ത അവസാനിപ്പിച്ച് പ്രവർത്തിക്കണം. ചിന്തിച്ച് പ്രവർത്തിച്ചാലും സ്പീഡ് കിട്ടൂല. അപ്പൊ ആദ്യം ചിന്ത നല്ലോണം വേണം, കൂടിയാലോചന വേണം. വിജയിച്ചവരോടുള്ള അവരുടെ വിജയിച്ച പാതയെ തേടിയുള്ള യാത്രയിൽ വിജയിച്ചവരോടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തേടിയൊക്കെ യാത്ര ചെയ്യണം. ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിച്ച അനേകായിരം ആളുകളുടെ കൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിജയിക്കുമോ എന്ന സംശയമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. വിജയിക്കുമോ എന്ന സംശയം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം വിജയിക്കും, ഉറപ്പുള്ള കാര്യം. കാരണം ഇവിടുന്ന് കോഴിക്കോട് ബസ് കയറിയിട്ട് കോഴിക്കോട് പോയി വന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അതിന്റെ അർത്ഥം കോഴിക്കോട് എന്ന സംഗതി ഉണ്ട്, കോഴിക്കോട്ടേക്കുള്ള റൂട്ട് തന്നെയാണിത്, കോഴിക്കോടേക്ക് ബസ് മാർഗം സഞ്ചരിക്കാൻ കഴിയും എന്നതൊക്കെ തന്നെയാണ്. അതിന്റെ അപ്പുറം സംശയത്തിനൊന്നും അവിടെ അവകാശമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ മുന്നോട്ട് വലിക്കാനും മുന്നോട്ട് നയിക്കാനും ലീഡേഴ്സ് സജ്ജമായി കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളിൽ നിന്നാണ് എനർജി എടുക്കേണ്ടത്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ 3ഓളം ഒരു സീലിംഗ് അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ടീമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളിൽ നിന്നൊരു എനർജി കിട്ടാനാണ് ഞാനിപ്പോ ഇവിടെ വന്നത്, അല്ലാതെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു എനർജി തരാനോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻസ്പയർ ടു ഡോമിനേറ്റ് എന്നൊരു പരിപാടി വരുന്ന മെയ് മാസം 10-ാം തീയതി ടീമിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവിടെ ഇൻസ്പയർ ടു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഇൻസ്പിറേഷൻ അതിനാ പറയാം. നമ്മള് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒരുപാട് വ്യത്യാസമുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഒരു കോഴിമുട്ട പുറമേ നിന്നും പൊട്ടും അകത്ത് നിന്നും പൊട്ടും എന്ന് പറയാറില്ലേ? ബെൽനിസാർ എപ്പോഴും പറയാറുണ്ടല്ലോ. പുറമേ നിന്നാണ് ഒരു കോഴിമുട്ട പൊട്ടുന്നത് എങ്കിൽ അത് ഓംലെറ്റ് ഉണ്ടാക്കാൻ, അതേപോലെ ബുൾസൈ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അകത്ത് നിന്നാണ് അത് പൊട്ടുന്നത് എങ്കിൽ ഒരു ജീവനോടെയാണ് അത് വരുന്നത്, അതിനൊരു ജീവനെ തരാൻ കഴിയും, ഒരു കുഞ്ഞിനെ തരാൻ കഴിയും. അതാണ് കോഴിമുട്ട. എന്ന പോലെ ഇൻസ്പയർ എന്നുള്ളത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത്. ഇൻസ്പിറേഷൻ ഉള്ള ആളുകളാണ് രാവിലെ 5:30-6 മണിക്ക് എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതേസമയത്ത് നമ്മളെ കുറ്റ്യാടിയിലെ വിപിന പ്രതീഷ് എന്ന് പറയുന്ന പ്രദീപ് എന്ന് പറഞ്ഞ ആള് എന്നും ഒരു MC ആവുന്ന സമയത്ത് മാത്രം അലാറം വെച്ച് ഉണർന്ന് ഇവിടെ വന്നിരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. എന്നും ഇവിടെ ഉണ്ടാവണം. എന്നുമുള്ള ആളുകൾക്കാണ് ഇൻസ്പിറേഷൻ ഉള്ള ആളുകൾ എന്ന് പറയുള്ളൂ. അങ്ങനത്തെ ആളുകളെ തൊളിക്കാനും നയിക്കാനും ഉള്ള ലീഡേഴ്സ് ആണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മെയ് 10-ന് ഞാൻ അവിടെ ഉണ്ടാകും. എൻ്റെ ലീഡറുടെ കൂടെ ഞാൻ സെൽഫി എടുക്കും, എൻ്റെ സ്റ്റാറ്റസ് വെക്കും. ഞാൻ അന്ന് അങ്ങനെ അവിടെ മെയ് 10 ഇന്ന് തന്നെ ആക്കി മാറ്റുക. എന്നിട്ട് മെയ് 10-ന് ഞാനും എൻ്റെ ഫാമിലിയും അവിടെയുള്ള ആ ഫോട്ടോ ഇന്ന് തന്നെ മനസ്സിൽ കാണാം, അവിടെ പ്രദർശിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ആ ദിവസം നിങ്ങൾ അറിയാതെ അവിടെ എത്തിയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇൻസ്പിറേഷന്റെ ഭാഗം ഇതൊക്കെയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നല്ലൊരു നേതൃത്വം ഉണ്ട് എന്നുള്ളതും സക്സസ് ആയ ടീം ഉണ്ട് എന്നുള്ളതും പഠിപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളതും ഈസി ഓഫ് ഡൂയിങ്, ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതും ചെയ്ത് പരിചയമുള്ള പരിജ്ഞാനമുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതും നമ്മൾ വിജയിക്കാൻ ഒരു കാരണമൊന്നുമല്ല. കാരണം നമ്മൾ വിജയിക്കാനുള്ളത് അവരെന്തൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളടത്താണ്. നമ്മൾ വിജയിക്കാൻ അവരൊന്നും വിജയിച്ചതുകൊണ്ട് കാര്യമില്ല. അയാൾ ഉറങ്ങിയാൽ അയാൾ കൂർക്കം വലിക്കുന്നല്ലാതെ എനിക്ക് കൂർക്കം വലിക്കാൻ കഴിയില്ല. അപ്പൊ ആത്മാർത്ഥമായിട്ട് ഞാൻ നമ്മളോട് കൂടെ ചെന്ന് പറയാണ്, നമ്മൾ കുറച്ച് വിയർക്കാൻ തയ്യാറാവണം, പണിയെടുക്കാൻ തയ്യാറാവണം. വിജയം അനിവാര്യമാണ് എന്നുള്ള തത്വം എഴുതി ബുക്ക് എഴുതിയതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഞാൻ എന്നെ ഇപ്പൊ ഡയറക്ട് സെല്ലിങ്ങിലെ പ്രവർത്തകർക്കുള്ള ഒരുപാട് സ്ട്രാറ്റജികളെ കുറിച്ചൊരു ബുക്ക് എഴുതുന്നുണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏത് മണ്ടന്മാർക്കും ബിസിനസ്സുകാരാവാൻ പറ്റും.
അത് ബുക്ക് കയ്യിൽ കിട്ടിയാൽ എന്നാണ് എന്റെ താല്പര്യം, എന്റെ മനസ്സിന്റെ ഉപബോധ തലത്തിൽ നിന്ന് തെളിഞ്ഞു വന്നതാണ്. കാലഘട്ടത്തിന്റെ ആവശ്യം നിങ്ങളൊരു ബുക്ക് എഴുതലാണ്. അങ്ങനെ ഞാൻ എടുത്തൊരു തീരുമാനം. കുറെ ആളുകളോട് ഞാൻ അത് എന്ത് ചെയ്തു, ചെയ്തു നോക്കുമ്പോ അവരൊക്കെ ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് അതിന് കഴിയും, നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ബുക്ക് ഇറക്കുകയാണെങ്കിൽ 100 ബുക്ക് എനിക്ക് വേണം, 50 ബുക്ക് എനിക്ക് വേണം എന്ന് പറയാനേ എനിക്ക് ആളുണ്ടായിട്ടുള്ളൂ. അത് ഇവിടുന്നേ കിട്ടുള്ളൂ എന്ന്. ഞാൻ മറ്റൊരു സ്ഥലത്താണത് പറഞ്ഞത്. ഞാൻ അതിനെക്കാളും പരമായ കഴിവുള്ളവർ ഇവിടെ ഇതുവരെ എഴുതിയിട്ടില്ല. അഥവാ എഴുതാണെങ്കിൽ എനിക്കൊരു വിമർശനങ്ങൾ ഉണ്ടാവും. വെറുതെ നമ്മളതിനൊന്നും നിൽക്കണ്ട, ഇങ്ങനെയൊക്കെ പറയാനേ ആളുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഴാതിരിക്കാൻ, നമ്മളെ പരിപാലിക്കാനുള്ള ഒരു സംഘമായി ടീമിനെ വളർത്തിയെടുക്കാണ് ലീഡേഴ്സ് ചെയ്യുന്നത്. നമുക്ക് നോക്ക്, ഒരു റോസാപ്പൂവിനെ വർണ്ണിക്കുന്ന ഒരു കവി അതിലത്തെ മുള്ള് കാണുന്ന പോലും ഇല്ല. റോസാപ്പൂവിനെ വർണ്ണിക്കാൻ അയാൾ ചെയ്തിട്ടുള്ളൂ, മുള്ളുമൊക്കെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതേപോലെ ഒരു താമര എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള ഒരു പുഷ്പം, അത് ചളിയിലാണ് ദൈവം പറിച്ചു വെച്ചിട്ടുള്ളത്, അത് ചേറിലാണുള്ളത്. അപ്പൊ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് നെഗറ്റീവ്സിന്റെ ഉള്ളിൽ നിന്ന് തല ഉയർത്തി നോക്കി പോസിറ്റീവ് പ്രദർശിപ്പിച്ച് പോസിറ്റീവ് എനർജി ഉള്ള ആളായി മാറണം. അതിനാണ് ഇത്തരം മോർണിംഗ് മീറ്റുകളൊക്കെ ഉപകരിക്കുക. ഈ സമയം അതിന് വളരെ പ്രധാനമുള്ളത്. ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചില്ല എങ്കിലും വേണ്ടില്ല, നമ്മൾ ഈ സമയത്തിന് മാനിക്കണം. ഒരു പ്രാർത്ഥന അയാൾ പ്രാർത്ഥിച്ചില്ല, രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ 4:30 5:30 മണിക്ക് എഴുന്നേൽക്കുന്ന ആളായി അയാൾ മാറണം. ഞാനൊക്കെ 8:30 മണിക്ക് കിടന്നുറങ്ങി 4:20 എഴുന്നേൽക്കുന്ന ആളായിരുന്നു കുറെ കാലങ്ങളോളം, കുട്ടിക്കാലം മുതൽ തന്നെ പറയാൻ പറ്റും. പക്ഷെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരു 11 12 1 മണിയൊക്കെ ആവും കിടന്നുറങ്ങാൻ, എന്നിട്ടും 4:30ക്ക് എണീക്കും. അപ്പൊ ഉറക്കം എത്ര ഉറങ്ങി എന്നുള്ളതിലല്ല പ്രാധാന്യം, എഴുന്നേൽക്കുന്നത് നേരത്തെ എന്നുള്ളതിനാണ് പ്രാധാന്യം. അങ്ങനെയുള്ള ആളുകള് യഥാർത്ഥത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും, ആര് തളർത്തിയിട്ടും കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് തളരാതെ വളരണോ എങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥനകൾ കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് ഒരു എനർജറ്റിക്കൽ, നിങ്ങളെ കയ്യിൽ വോളണ്ടറി ഇൻവോളണ്ടറി മസിലുകൾ ഉണ്ട്. ഈ വോളണ്ടറി മസിലിനെ നമ്മളൊന്ന് ചലിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ, അത് അയൽവാസി വിചാരിച്ചാൽ നടക്കും. നമ്മൾക്ക് തോന്നണം എഴുന്നേൽക്കണം, ഇരിക്കണം, എഴുന്നേൽക്കണം, ഇരിക്കണം, ബ്രീത്ത് ചെയ്യണം, ഇൻഹലേഷൻ ചെയ്യണം, എക്സീൽ ചെയ്യണം, ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു തടി കൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ. രോഗപ്രതിരോധ വ്യവസ്ഥ സൃഷ്ടിച്ചും അതിനെ പ്രചരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മൾ വലിയ ബിസിനസ്സുകാരായിട്ട് മാറി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ അതിന്റെ ഭാഗമായി മാറണം. നടക്കണം, ഓടണം, എക്സസൈസ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ആരോഗ്യം പറയാൻ ശ്രമിക്കണം. ആരോഗ്യം പറയാൻ ശ്രമിക്കുമ്പോ നമ്മൾ തന്നെ രോഗപ്രതിരോധമുള്ള ആളായി മാറുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ ടീം ലീഡേഴ്സ് നിങ്ങളെ നയിക്കുന്ന സത്യമായ പാന്താവിലൂടെ മടിയില്ലാതെ മുന്നോട്ട് പോവുക. ഇപ്പോഴും ഇപ്പൊ ഞാനിങ്ങനെ കാണാണ്, ഇവിടെ സുരേന്ദ്രൻ സാറൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ല എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. കുറെ പ്രൊഡക്റ്റ് കാണുന്നില്ല, കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഉപബോധ തലത്തിൽ അത് പതിയും. ആ പതിഞ്ഞ പതിപ്പ് മതി നമ്മുടെ മനസ്സിനെ മാറ്റാൻ, നമ്മളെ ജീവിതം മാറ്റാൻ. നമ്മൾ എന്താണോ എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയാൻ, അല്ലാതെ ഞാൻ എന്റെ മനസ്സിനോട് പറയണ്ട, മനസ്സ് എന്നോട് പറയാണ് നീ അത്. ഉദാഹരണം, ഒരു കച്ചറ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പറയാൻ, നിങ്ങൾ അതിൽ ഇടപെടാൻ പോകണ്ട എന്ന്. ഓരോന്നിനും ഓരോ തലങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു മുന്തിയ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഒരാൾ എന്നോട് ഇന്നലെ പറഞ്ഞു, ഇതിന് വില കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലുള്ള ആൾക്കാർ അത് പറയരുത്. നിങ്ങൾ ഒരു സമൂഹത്തിൽ എല്ലാരെയും പോലെയല്ല. മറ്റുള്ള ആൾക്കാർ സാധാരണക്കാർ പറയുകയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റും. നിങ്ങളെ പോലുള്ള ഒരാൾ ഇത് പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് എന്നെക്കാളും വിദ്യാഭ്യാസം ഉള്ളതാണ്, നിങ്ങൾക്ക് എന്താണ് ക്വാളിറ്റി ബേസ്ഡ് സർട്ടിഫിക്കറ്റ് എന്ന് അറിയുന്നതാണ്, നിങ്ങൾ ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ സാധനം വാങ്ങിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ അയാളെ ഞാനൊന്ന് എഡിഫൈ ചെയ്തു. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരാളോട് പറയാം, ഒരു ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയാണ്, നമ്മൾ ഇന്ത്യൻ ലീഡേഴ്സിന് ഞാൻ അങ്ങനെ പഠിപ്പിക്കാറുള്ളത്, നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരുടെ രീതിയിൽ നിന്നൊന്നും മാറി ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡ്, ഒരു വിന്നർ ആറ്റിറ്റ്യൂഡിലേക്ക് നീങ്ങാണ്. അപ്പോ നിങ്ങൾ ഇതുവരെ ഇട്ടിരുന്ന ഡ്രസ്സ് പോലെയല്ല ഇനി നിങ്ങളെ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടില്ലേ? നിങ്ങളെ കാണുമ്പോ കാക്ക മറ്റത് മറിച്ചത്, നിങ്ങൾ സൂമിൽ ഉണ്ടാവാറില്ല എന്നൊക്കെ ചോദിച്ച ആൾക്കാരും കൊണ്ട് വരുന്നത് എന്തിനാ? നിങ്ങളെ ബഹുമതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരു ഷർട്ടൊക്കെ പ്രീമിയം ഷർട്ടിലേക്ക് മാറ്റാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ടൈ ഇടണം,
കോട്ടിടാതൊന്നും ഒരിക്കലും ഒരു സ്റ്റേജിൽ ഇനി കയറരുത്. നമ്മളെ ലീഡേഴ്സ് നിങ്ങളെ കണ്ട് അവിടെ ഇരുന്ന് അഭിമാനിക്കുന്നുണ്ട്. എന്റെ ടീമിൽ ഒരാളത് TC ആയപ്പോ കയറിയിട്ടുണ്ട്, ATCയിൽ കയറിയിട്ടുണ്ട്, അവനിക്കൊന്ന് മൈക്ക് കിട്ടുന്ന ദിവസമാണ്, ഒന്ന് സംസാരിക്കുന്ന ദിവസമാണ് എന്ന് പറയുമ്പോ നിങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരും അല്ലെ. അപ്പൊ ചുരുക്കി പറയാൻ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ തന്നെ ആവാൻ ശ്രദ്ധിക്കണം എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന 17-ാം തീയതിയിലെ പരിപാടി നെക്സസ് പ്രോഗ്രാമില് കോടിക്കണക്കിന് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനി പ്രദർശിപ്പിക്കുന്ന അത്ഭുതമായ കേരളീയ സംരംഭമായിട്ട് നമ്മൾ അതിനെ കാണണം. അതായത് 1000 രൂപ കൊടുക്കുമ്പോ 10,000 രൂപക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റി തരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. 1000 രൂപ എങ്ങനെ 1000 എന്തപ്പോ ഇവരൊക്കെ വിചാരം, 1000 ഉറുപ്പ്യക്കൊന്നും തീരെ വിലയില്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് വില ഉണ്ട്. നിങ്ങൾ പട്ടിണി കിടന്ന് നിങ്ങളെ മക്കൾ മരിക്കാതിരിക്കാൻ, നിങ്ങളെ കുട്ടികൾ പട്ടിണി കൊണ്ട് കരയാതിരിക്കാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി 1000-നെ കണ്ടാൽ മതി. വേറെ ഒന്നും ചിന്തിക്കണ്ട. അവിടെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തു വെക്കുന്നത്. ഞാനില്ലെങ്കിലും അവരിവിടെ ലോകത്ത് വരും, അവരിവിടെ ശരിക്കും ജീവിക്കും. അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച വാഹനം, ആഗ്രഹിച്ച വീട്, ആഗ്രഹിച്ച വസ്ത്രം, ആഗ്രഹിച്ച ടൂറ്, ആഗ്രഹിച്ച ഫൈനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം അവർ ആസ്വദിക്കുന്നവരാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിച്ച് ചെയ്ത് നോക്ക്. 1000 രൂപ ഒരു വലിയ വിഷയമേ ആവില്ല. ഇപ്പൊ എന്റെ ടീമിൽ ഞാൻ നേരെ കണക്കെടുത്ത് നോക്കുമ്പോ ഒരു 50-52 ആൾക്കാർ നെക്സസ് പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്. ശരിക്കും അത് 500 ആൾക്കാർ വേണ്ടതാണ്. പക്ഷെ 50 ആൾക്കാരെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല. എന്നാലും നമുക്ക് സങ്കടമാണ്. എന്താണ് എങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നാം. 5000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിഹാനിലേക്കും അതേപോലെ തന്നെ ഇവോൾവിലേക്കും ഒക്കെ പോയിരുന്നു. അന്ന് ഞമ്മൾക്ക് കിട്ടിയത് 5000 രൂപന്റെ ഭക്ഷണപ്പൊതിയോ ഒന്നും അല്ലല്ലോ. നമുക്ക് അന്ന് കിട്ടിയത് ഇതിൽ വിജയിച്ച ആയിരക്കണക്കിന് ലീഡേഴ്സ് ഉണ്ട്, ഇതിൽ കോടീശ്വരന്മാരുണ്ട്. ഇവരുടെ വാഹനങ്ങൾ കോടികൾ വിലമതിക്കുന്ന 1,62,00,000 രൂപന്റെ കാറൊക്കെ ആയിട്ട് ഞാൻ അവിടെ വന്ന ലീഡേഴ്സിനെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും. അവരെന്ത് ചെയ്തോ അത് ചെയ്താൽ മതി, അതിന്റെ അപ്പുറം ഒന്നും ചെയ്യണ്ട. അവരോട് നിങ്ങൾ എന്ത് ചെയ്തിട്ടാ ഈ കാറ് വാങ്ങിയതെന്ന് ചോദിച്ചാൽ അവർ നമുക്ക് പറഞ്ഞു തരാൻ മനസ്സുള്ളവരുമാണ്. അല്ലാതെ അതിന്റെ സീക്രട്ട് എന്ന് നമ്മൾ പറഞ്ഞില്ല, അതൊക്കെ ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചതാണ് എന്ന് പറയില്ല ഇവിടുത്തെ ലീഡേഴ്സ്. അതറിയോ, നിങ്ങൾ വിജയിക്കാനാണ് ചോദിച്ചതെങ്കിൽ 10,000 വട്ടം അത് പറഞ്ഞു തരാനാണ് ഇങ്ങനത്തെ സൂമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത. ഇപ്പൊ നിങ്ങളൊരു പേസ്റ്റ് വാങ്ങി എനിക്ക് വല്ല ബേവിയും കയറുമോ? ഇല്ല. എന്നിട്ട് എന്നെ കണ്ട് വിളിച്ചപ്പോ ഞാൻ കണ്ട് വന്നത് എന്തുകൊണ്ടാ? എനിക്ക് ആ നേരം എന്റെ ടീമിൽ ക്ലാസ് ഉണ്ടാക്കിയാൽ പോരെ? പറ്റൂല. ഇവിടെ പരസ്പരം കണ്ടും കൊടുത്തും സ്നേഹം പങ്കിട്ടുള്ള ജീവിതമാണ് നമ്മളെ ലീഡേഴ്സ് കാണിച്ചു തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പൊ എന്റെ ലീഡേഴ്സിനോട് പറയാണ്, എനിക്ക് ഇന്നിങ്ങനെ ബാലകൃഷ്ണൻ സാറെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോവാൻ പറ്റുമോ വെച്ചാല് അവരാരും പോണ്ടെന്ന് പറയില്ല. കാരണം നിങ്ങളിപ്പോ സജീവ് സാറൊക്കെ അവിടെ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുള്ളൂ. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് തന്നെയാണ് ഈ ജീവിത ബന്ധങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ കോഴിക്കോട് ഭാഗത്തേക്ക് കുറ്റ്യാടിയിലേക്ക് വരുമ്പോ എനിക്കൊരു ഇറങ്ങി വെള്ളം കുടിക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നിയാൽ 1000 വീടുണ്ടാക്കി തന്നത് ഈ കമ്പനിയാ. അവിടെ ഞാൻ ആ കമ്പനിയുടെ MD-നെ കാണാൻ 1000 ഉറുപ്പിക കൊടുക്കുന്നത് എനിക്ക് എന്ത് നഷ്ടമാണുള്ളത്? നിങ്ങളൊന്ന് പറയും. ഒരു നഷ്ടമില്ല. ഞാൻ എന്റെ സൗഹൃദങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്റെ MD-നെ എനിക്ക് കാണണം. MD-യെ വർഷങ്ങൾ 10-12 വർഷം പിന്നിട്ടിട്ട് ആദ്യമായി കേരളത്തിൽ വരുന്ന എന്റെ കമ്പനിയുടെ MD മഹാത്മാഗാന്ധിനെ കാണണം എന്നാണ്. നിങ്ങൾ ഇപ്പോ പോവാൻ തീരുമാനിച്ചാൽ മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോകൂലേ? പോകും. എന്നാൽ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ആളായത് കൊണ്ടാണ്. എന്നാൽ ഇന്ത്യക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഒരു ഗാന്ധിയാണ് പ്രവീൺ ജെ ചന്ദ്. അയാൾ ജീവിച്ചിരിക്കുമ്പോ വന്ന് കണ്ടോളി. മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ശവകുടീരത്തിൽ പോയിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കുമ്പോ അയാളുടെ ഒരു സത്യസന്ധമായ കണ്ണോടുകൂടി അയാളെ മനസ്സ് തുറന്നൊന്ന് കാണാനാണ് നമ്മൾ പോകുന്നത്. പ്രവീൺ ജെ ചന്ദ് സാർ എപ്പോഴും നെഞ്ചത്ത് കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാറുണ്ട്. പ്രവീൺ ജെ ചന്ദ് സാറിന്റെ ഈ ഒരു കമ്പനിയെ ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ എനിക്ക് വാക്കുതാ, എന്നാൽ എനിക്ക് നിങ്ങളോട് ചില കാര്യം പറയാനുണ്ട് എന്ന് പറയാറുണ്ട് അദ്ദേഹം. അങ്ങനെ നമ്മൾ വാക്ക് കൊടുത്തെങ്കിൽ അദ്ദേഹം പറയും, ഇന്ന് നിങ്ങളൊരു ചെറ്റ കുടിലിൽ നിന്നാണ് വന്നതെങ്കിൽ 5 വർഷം കൊണ്ട് ഞാൻ നിങ്ങളെ ഒരു കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു തരും. അങ്ങനെ പറയാൻ ഒരു MD-ക്ക് കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം സത്യമായി സത്യപ്രതിജ്ഞ ചെയ്യണം.
ഞാൻ നിങ്ങളുടെ കമ്പനിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞെങ്കിൽ അയാൾ അത് പറയുള്ളൂ. അല്ലാതെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന പൊട്ടനാവാനൊന്നും അയാൾ നിൽക്കലില്ല. അങ്ങനെ പറഞ്ഞവരോടാണ് എനിക്ക് ഈ പറയാനുള്ളത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ എല്ലാവരും കൈ ഇങ്ങനെ പിടിക്ക് എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് പറയും, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ MD ഞാൻ സ്നേഹിക്കുന്നു, ഈ കമ്പനി മാനേജ്മെന്റിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും. അത്രയും ബുദ്ധിമാനാണ് അദ്ദേഹം. മാർവാഡിസ് ആണ് അവര്. മാർവാഡിസിന്റെ ബുദ്ധി നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഒരു പത്രത്തിൽ പരസ്യം ചെയ്യണം, മുത്തച്ഛൻ മരിച്ചു സംസ്കാരം ഇന്ന സമയത്ത് എന്ന് മാത്രം എഴുതണമെങ്കിൽ തന്നെ 5000 ഉറുപ്യ കൊടുക്കണം. അന്നത്തെ കാലത്ത് മാർവാഡീസ് പരസ്യം ചെയ്യൽ എന്താ അറിയോ? മുത്തച്ഛൻ മരിച്ചു, വീൽ ചെയർ വിൽപ്പനക്ക്. മനസ്സിലായില്ലേ? അതായത് വീൽ ചെയർ വിൽപ്പനക്ക് എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീൽ ചെയർ വിറ്റാണ് പോകും, ആ പൈസക്ക് പരസ്യം കൊടുക്കാനായി കിട്ടും ചെയ്യും. മനസ്സിലായില്ലേ? അവരെ തല അതാണ്, ബിസിനസ്സാണ്. കുട്ടിക്കാലം മുതൽ തന്നെ മദ്രസക്ക് സ്കൂളിലേക്ക് പോവാറിന് തൊളിക്കൂല, അവർ ബിസിനസ്സിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര പൈസ കൊടുത്താലും ബാക്കി എത്ര കൊടുക്കണമെന്ന് തല പറയും, അല്ലാതെ കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യം വരില്ല. വരാനിരിക്കുന്ന ഇൻഡസ്ട്രി ആണെന്നും വെൽനസ് ഇൻഡസ്ട്രി ആണെന്നും വെൽനസ് ഇൻഡസ്ട്രി നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രവീൺ ജയചന്ദ് സാറും അദ്ദേഹത്തിന്റെ അനുയായികളും ആ സയന്റിസ്റ്റ് വിങ്ങിൽ ഇന്ന് ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ഏറ്റവും മുന്തിയ സയന്റിസ്റ്റ് DBA അനന്തനാരായണൻ ഇങ്ങോട്ട് പിടിച്ചു കൊടുത്തത്. അയാൾക്ക് കോടികൾ കൊടുത്തിട്ട് തന്നെയാണ്. അയാൾക്ക് മരണം വരെയുള്ള ഒരു അഗ്രിമെന്റ് ആണ് മൈ ലൈഫിന് വേണ്ടി പ്രവർത്തിക്കുക. അദ്ദേഹം ഡാബർ നാരായണൻ, ഡാബർ എന്ന കമ്പനിയെ ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ കമ്പനിയാക്കിയ മഹത്തായ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഒരിക്കലും വിലമതിക്കാത്തൊരു മുത്താണ് DB അനന്തനാരായണൻ. DBA എന്ന് പറയും. ഡാബർ നാരായണ എന്ന് കൂടി അദ്ദേഹം അറിയപ്പെടും. ആ DBAനെ നമ്മളിവിടെ കൊണ്ടുവന്നതിനാ. ഇവിടെ ഉണ്ട് ഒരു DBA, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, അച്ചീവ് ഇറ്റ്. അങ്ങനെയുണ്ട് ഒരു DBA. ഡ്രീം ഇറ്റ് ആണ് നമ്മളെ സ്വപ്നങ്ങളെ നമ്മളിങ്ങനെ സ്വപ്നമായി കാണണം, ഗോളുകളെ. ബിലീവ് ഇറ്റ്, അത് കിട്ടുമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കണം. അച്ചീവ് ഇറ്റ്, അത് നേടി കാണിക്കണം. അവിടെ ഒരു DBA കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഗവേഷണം ചെയ്യാറുണ്ട്. എല്ലപ്പോഴും DB അനന്തനാരായണ എന്ന് പറഞ്ഞത് DBA, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, അച്ചീവ് ഇറ്റ്. നമുക്ക് നേടിത്തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. നിങ്ങൾ പറയും 10,000 ബിസിനസ് പോലെ മാച്ച് ആയിട്ട് ഇന്ന് വരെ ആർക്കെങ്കിലും അതിന്റെ 12% കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. 12% അത് തന്നിരിക്കും. അഥവാ ചിലത് ക്യാരി ഫോർവേഡ് ആക്കി വെച്ചിരിക്കും. അവർ തന്നു കഴിഞ്ഞാൽ അത് പിടിക്കാൻ ബാങ്ക് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 90 ഉറുപ്പ്യ ആകുമ്പോൾ ഇട്ടെന്നാൽ നിങ്ങളെ കയ്യിൽ കിട്ടൂല, അത് ബാങ്കിക്കാണ് പോകും. അതുകൊണ്ടാണ് നമുക്ക് 450 ഉറുപ്പ്യ ആവട്ടെ എന്നാണ് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കുന്നത്. എന്നാലേ കയ്യിക്ക് എന്തെങ്കിലും കിട്ടാണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ചതിന് അപ്പുറമാണ് ഇതിന്റെ തല പ്രവർത്തിക്കുന്നത്, കമ്പനിയുടെ തല. നമ്മളെ കയ്യിലിരിക്കണ പൈസ. ഞാൻ ഇന്നലെ 2 ടീമിന് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഇന്ന് വലിയ കോടീശ്വരനാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഞാൻ കോടീശ്വരനാണെന്ന് പറയാൻ ചോദിച്ചു. അയാൾ കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ കടന്നു വരും, GST ഡിപ്പാർട്ട്മെന്റ് കടന്നു വരും. എങ്ങനെ നിങ്ങൾ കോടീശ്വരനായി? എന്താ നിങ്ങളെ സ്രോതസ്? എവിടുന്ന നിങ്ങളെ വരുമാനം? എന്നിട്ട് ഗവൺമെന്റിന് എന്ത് കൊടുത്തു നിങ്ങൾ എന്ന് ചോദ്യം വരും. അയാളെ പാൻ കാർഡ് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. നമ്മുടെ കമ്പനിയുടെ പാൻ കാർഡ് പോലും അവരുടെ സൈറ്റിൽ ഇട്ടത് എന്തിനാ? ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. ആ പാൻ കാർഡ് ചെക്ക് ചെയ്താൽ അറിയാം എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, എത്ര ഇവര് റിട്ടേൺ ചെയ്യുന്നുണ്ട്, GST അടക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പാൻ കാർഡ് അവർ പ്രദർശിപ്പിച്ചത് ഞാൻ കണ്ടിട്ടില്ല. പാൻ കാർഡ് പ്രദർശിപ്പിക്കാൻ ഒരു കഴിവും ചങ്കൂറ്റും വേണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങളെ പാൻ കാർഡ് പറയും. നിങ്ങളെ പാൻ കാർഡ് ചെക്ക് ചെയ്താലാണ് നിങ്ങളെ ബാങ്കിലേക്ക് എത്ര വരുമാനം വരുന്നുണ്ട്, നിങ്ങളെ മിനിമം ബാലൻസ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കണം ബാങ്ക് ആണോ അല്ലേ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ നിങ്ങളായിട്ടൊന്നും പറയൊന്നും വേണ്ട. കാലം മാറിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് നമ്മളാ മാറേണ്ടത്. നമുക്കനുസരിച്ച് കാലം മാറൂല. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ഔട്ട്ഡേറ്റ് ആവാത്തവരൊക്കെ ഔട്ട് ഡേറ്റ് ആയി മാറുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ നോക്കിയ കണ്ടില്ലേ? നോക്കിയ കാലങ്ങളോളം ഔട്ട്ഡേറ്റ് ആയി പോയി. ഇപ്പൊ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് അവര് തിരിച്ചു വരാൻ പോവാണ്. കാലം അവരെ പഠിപ്പിച്ചു, നിങ്ങൾ എത്ര മുന്തിയതായിട്ടും നന്നതായിട്ടും കാര്യമില്ല, ഇങ്ങനെ നന്നായാ പോരാ, കാലഘട്ടത്തിനനുസരിച്ച് നന്നാവണം നമ്മെ പഠിപ്പിച്ചു. ചെരുപ്പിനനുസരിച്ച് നമ്മള് കാല് മുറിക്കല്ല വേണ്ടത്, കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കാൻ പഠിക്കണം. തലക്കനുസരിച്ച് തൊപ്പി നന്നാക്കാൻ പഠിക്കണം, അല്ല തൊപ്പിക്കനുസരിച്ച് തല ചെത്തി ചെറുതാക്കാൻ പറ്റില്ല. കാലഘട്ടമാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ ചിന്താഗതികളെ മാറ്റിക്കൊണ്ടിരിക്കണം. നിങ്ങൾ മാറിയില്ല എന്ന് വിചാരിച്ച് മാറാതിരിക്കൂലേ? കല്യാണത്തിലൊക്കെ ഉള്ള ആഭാസങ്ങളും ആർഭാടങ്ങളും കണ്ടിട്ട് നിങ്ങളെ മനസ്സ് വേദനിക്കണില്ലേ?
എന്നിട്ടും നിങ്ങൾ അറിയാതെ അതിൽ പോവേണ്ടി വരുന്നില്ലേ? അതാണ് കാലഘട്ടം മാറിയിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ നുളച്ചിരുന്നിട്ട് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളെ നന്മക്ക് അവിടെ ഇരിക്കട്ടെ. തൽക്കാലം ഇങ്ങനെ നന്മയെ എല്ലാവരും നന്മയാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലേ തിന്മ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിന്മയെ ഇവിടെ വളരാൻ പോകണം. അപ്പൊ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് അപ്ഡേഷൻ. മാറുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ മാറ്റമില്ലാത്തൊരു നിയമമാണ്. മാറിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് അത് മാറ്റാൻ പറ്റൂല. മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് അതിന്റെ മാറ്റാൻ പറ്റാത്ത നിയമമാണ്. ലോ ഓഫ് അട്രാക്ഷൻ. അത് നമ്മൾ പഠിക്കണം. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്കറിയില്ല, പൗലോ കൊയ്ലോയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പൗലോ കൊയ്ലോയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിതീവ്രമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള തീരുമാനം അതിശക്തമാണെങ്കിൽ, ആ ഉറച്ച തീരുമാനത്തെ നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതി തന്നെയും നിന്റെ കൂടെ നിൽക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കുമെന്ന്. അതായത് ഈ അന്തരീക്ഷത്തിലെ പറവകളും വിഹായസിലെ പറവകളും അതേപോലെ തന്നെ പ്രകൃതിയിലെ മരങ്ങളും കടലിലെ മത്സ്യങ്ങളും ഒക്കെ നിനക്ക്, ആകാശത്തിലെ മാലാഖമാര് പോലും നിനക്ക് ആ ആഗ്രഹം സഫലീകൃതമാക്കി തരാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. പക്ഷെ നീ എന്ത് ചെയ്യണം? ഉള്ളിന്റെ ഉള്ളിലെടുത്ത തീരുമാനം അതിശക്തമാക്കും. അപ്പൊ ഞാൻ പറഞ്ഞ നോമിനേറ്റ് എന്നുള്ള നിങ്ങളുടെ ഇൻസ്പയർ എന്ന പരിപാടിക്ക് വേണ്ടിയും കമ്പനിയുടെ നെക്സസ് എന്ന പ്രോഗ്രാമിന് വേണ്ടിയും ഒക്കെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരുങ്ങണമെന്നാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത്. ഒരുങ്ങിയാലേ നേടാൻ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടൊരു വളർച്ച നിങ്ങൾ ഇപ്പോഴൊന്നും കൈവരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ, നിങ്ങളൊരു STC റാങ്കിലുള്ള ആളാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഒരു 20,000 റുപ്യ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഭാവിയിലെ കൊണ്ടീഷനാണ്. ഒരു മാസം 20,000 മതി. അല്ലാതെ ഇതിങ്ങനെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടി അന്ന് ചിന്തിച്ച് പോവരുതേ. അത് പൊട്ടത്തരാണ്, മണ്ടത്തരാണ്. നിങ്ങൾ ഉള്ളതോട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടായാൽ മതി. ഇല്ലെങ്കിൽ ഇല്ല. ഇന്ന് ഉണക്കൽ മീൻ ഭക്ഷിച്ച് കഴിക്കണോ എങ്കിൽ അങ്ങനെ തന്നെ. നിങ്ങൾ ബാക്കിയുള്ള ടീമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്താലും അത് നഷ്ടത്തിലേക്ക് പോകുള്ളൂ. ഞാൻ കാർ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്റെ ബെല്ലൻ സാർ എന്നോട് പറഞ്ഞെന്താ, ഒരു മാസം RTC അല്ലേ, ഒരു മാസം ഒരു 40,000 റുപ്യ വരുമാനം ഉണ്ടെങ്കിൽ എടുത്തോളി എന്നാ പറഞ്ഞു. 40,000 റുപ്യ വരുമാനം ഉണ്ടെങ്കിൽ എടുത്തോളി. കാരണം ഒരു 10-20,000 റുപ്യ അതിന്റെ EMI മാറ്റി വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഒരു 10-80-90 റുപ്യ ഒക്കെ കിട്ടുന്നുണ്ട്, 2 വകയിലൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഓ ധൈര്യമായിട്ട് എടുത്തോളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളെ ലീഡേഴ്സ് അതാണ്. നമ്മൾ കൊടുങ്ങരുത്, നമ്മൾ കഷ്ടപ്പെടരുത്, നമ്മൾ ടെൻഷൻ അടിക്കരുത് വിചാരിച്ചിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാം നേടിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ ഇതൊക്കെ നേടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ചുരുക്കം. മനസ്സിനെ പോസിറ്റീവായിട്ട് നിർത്തുക. പോസിറ്റീവായി നിർത്താനുള്ള ഒരു മാർഗമാണ് രാവിലെയുള്ള ഈ പ്രഭാത കർമ്മങ്ങള്, പ്രാർത്ഥനകള്, സൂം മീറ്റിങ്ങുകള്, അതിന്റെ പ്രാർത്ഥനകള്, അതിന് ശേഷമുള്ള നമ്മുടെ മെഡിറ്റേഷൻസുകളൊക്കെ. ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം. എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക, കയ്യെ ഈ ചൂണ്ടുവിരല് തള്ളവിരലിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്ക്. ചൂണ്ടുവിരല് തള്ളവിരലിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് ഈ തള്ളവിരലുമൊക്കെ ഈ മോതിര വിരലും രണ്ടാമത്തെ വിരലും ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. ഈ 2 വിരലുകള് തള്ളവിരലിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, ചെറിയ വിരല് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഉള്ളത് കേട്ടോ. എന്നിട്ട് കൈ കാലിന്റെ തലപ്പത്തെ പിന്നെ മുട്ടിന്റെ മേൽഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്ത് പുറത്തേക്ക് വിട്ടു നോക്കുക. നിങ്ങളെ ഹാർട്ടും മൈൻഡും ഒക്കെ റിലാക്സ്ഡ് ആവും. ഹാർട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ആ ചെയ്യുന്നത്. ബ്ലോക്ക് ഒരിക്കലും വരാൻ പോകും. ഓക്കെ, അങ്ങനെ എന്നും ചെയ്യാം. ഇതിന് അപാന വായു മുദ്ര എന്നാണ് പറയാട്ടോ. അപാന വായു മുദ്ര. ഇങ്ങനെ പിടിച്ചാൽ വെറും വായുമുദ്രയാണ്, ഇങ്ങനെ പിടിച്ചാൽ അപാന മുദ്രയാണ്, ഇങ്ങനെ പിടിച്ചാൽ അപാന വായുമുദ്രയാണ്. മനസ്സിലായില്ലേ? അപ്പൊ വായുമുദ്ര എന്താണ്, അപാനമുദ്ര എന്താണ്, അപാന വായുമുദ്ര എന്താണ്? അത് 3 വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഹാർട്ടിനെ ഫുൾ ക്ലീൻ ആക്കുന്ന, മൈൻഡ് റിലാക്സ് ആക്കുന്ന, മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന ഒരു മുദ്രയാണ് അപാന വായുമുദ്ര. ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഹാർട്ട് ബ്ലോക്ക് ഗ്യാരണ്ടീഡ് വരൂല എന്ന് ഉറപ്പാണ്. വന്നാൽ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷൻ, ഞാൻ രാജയോഗയാണ് പഠിച്ചത്. യോഗന്റെ ആയുഷിന്റെ ട്രെയിനറാണ് ഞാൻ. ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ മൈൻഡ് ഫുൾ റിലാക്സ്ഡ് ആയിട്ട് പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് നമ്മൾ ഒരു ബിസിനസ്സിനെ കാണുകയാണെങ്കിൽ, നമ്മുടെ ലീഡേഴ്സിനെ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഒരു സെൽഫി എടുക്കണം, അയാളിൽ നിന്നൊരു ഉപദേശം വാങ്ങണം. ഞാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ഉപദേശം തന്നാലും, മനസ്സിലായില്ലേ? ആ പോസിറ്റീവോട് കൂടി അയാൾ സംസാരിച്ചാൽ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞുതരും.
അപ്പൊ ഞാൻ RTP കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണ്, ഈ 2 ദിവസം ഇപ്പൊ വന്ന് എന്തിപ്പൊ കിട്ടി ഇങ്ങനെ ചിന്തിക്കുക. കാരണം ഞാൻ ഡാൻസ് കളിക്കൂല, പാട്ട് പാടൂല, ഞാൻ ഇങ്ങനത്തെ ഒരു മോലേരായതുകൊണ്ട് അതിനൊക്കെ ഇങ്ങനെ മാറി കളിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? എനിക്ക് ഇങ്ങനെ മാതിരി ആടാനും ചാടാനും പാടാനും പഠിപ്പിച്ചു തരുവാണ്. ഡാൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരും. പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റൂല, ചില പരിമിതികളുണ്ട് ഞങ്ങൾക്കൊക്കെ. ഞങ്ങൾ സമൂഹത്തിലെ ഉയർന്ന മേഖലയിൽ നിന്ന് ക്ലാസ് കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ മാതിരി താന്നാൽ പിന്നെ ഞങ്ങളെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതാവും. ഞങ്ങൾ എല്ലാവരുടെ ഇടയിൽ ചിരിച്ചാൽ ആ ചിരിക്ക് പിന്നെ ഗൗരവം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നാൽ അവരോട് ഉപദേശിക്കാൻ പറ്റാതാവും. അങ്ങനെയുള്ള പേടി കൊണ്ടാണ്. ഗൗരവത്തിനും ചിരിക്കും കുട്ടികളുടെ കളിക്കും ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു മനസ്സും കൂടി നമുക്കൊക്കെ ഉണ്ടാവണം. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ബെൽനിസാറിന്റെ കോട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ബാഗിക്ക് കോട്ടാക്കിയിട്ട് മൂപ്പര് എങ്ങനെ ഇറങ്ങി വരണം. മൂപ്പര് ഞാൻ ഈ ചോദിക്കണത് RTP ഹാളിലേക്ക്, RTPയിൽ ആ റിസോർട്ടിലേക്ക് നോക്കിയിട്ടാണ്. ഈ 2 ദിവസം 2500 റുപ്യ കൊടുത്തിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു, സന്തോഷം. കുടുംബങ്ങളൊരു സുഹൃത്തുക്കളെ ഒരുപാട് പരിചയപ്പെട്ടു, സന്തോഷം. എന്റെ ടീമിന് ഫസ്റ്റ് കിട്ടി, വളരെ സന്തോഷം. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇപ്പൊ കിട്ടിയത്? അതിനൊരു ഉത്തരം തേടാണ് ഞാനവിടെ. ഇതൊക്കെ കിട്ടിയത് തന്നെയല്ലേ പറയാനുള്ളൂ. കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടാണ്? എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കണോ? ഒന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നോട് ബെൽനിസാർ എന്റെ അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ദാറാൻ ഉസ്താദേ, ഇവിടെ ഒരു 5-8 വന്ന് എന്നോട് പറയാണ്, നമ്മൾ പറയില്ലേ, നമ്മൾ പ്രകൃതിയോടാണ് ചോദിക്കുന്നത്, ദൈവത്തോടാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പൗലോ കൊയ്ലോ പറഞ്ഞ മാതിരി നിങ്ങളെ പ്രശ്നങ്ങൾക്ക് പ്രകൃതി ഇടപെടുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ എന്ത് കിട്ടി എനിക്ക് ഈ 2 ദിവസം കൊണ്ട്? ഇതിന്റെ ടീമിന് ഞാൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് കേട്ടു, പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നോ പഠിഞ്ഞോളന്നൊന്നും ഇല്ല. പക്ഷെ 8 or 10 ട്രെയിനിങ്ങിന്റെ ഇടയിൽ നിങ്ങൾക്ക് 1 or 2 വാക്കുകൾ നിങ്ങളെ സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൽ നിന്ന് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞു. അതാ അപ്പൊ എന്റെ 2500 മുതലായില്ലേ ബെൽനിസാറിന്റെ ആ വാക്കോട് കൂടിയിട്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരൊറ്റ വാക്ക്, അവരൊറ്റ വാക്ക് മതി നമ്മളെ തണുപ്പിക്കാൻ. അതാണ് ലീഡേഴ്സിന്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കണം, എനിക്ക് ബിസിനസ് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ടീമൊന്നും ആയിട്ടില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമുക്ക്, ടീമൊക്കെ ആയിക്കോളും, ക്ഷമിച്ച് നിന്നോ എന്ന് പറഞ്ഞു. ടീമൊക്കെ വന്നോളും, ക്ഷമിച്ചു നിന്നോ. ഇപ്പൊ ഞാൻ എന്റെ കാരണം ഉമർ ഉസ്താദിന് ഒരു 10-39 ലക്ഷം റുപ്യെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. എന്റെ കാരണം മാത്രം. ഉമർ ഉസ്താദ് ഇന്നെ ഇവിടെ കൊണ്ടുപോയി വന്ന് ആക്കി തന്നാണ് പോയതാ. ഉമർ ഉസ്താദിന്റെ ബാക്കിൽ ഒരാളും ചേർത്ത് തന്നിട്ടില്ല, ഒരു BV പോലും എനിക്ക് തന്നിട്ടില്ല. ഞാൻ RTC ആയില്ലേ, ടച്ചിങ് NTC ആണ് ഞാൻ. ഉമർ ഉസ്താദിനെ നോക്കി ഞാൻ നിന്നിട്ടില്ല. ഉമർ ഉസ്താദിനും ലീഡേഴ്സിനും ഒക്കെ മനസ്സിലായി. ഇപ്പൊ ഷാഹിർ സാർ പവർ സൈഡാണ് ഞാൻ, അയ്യൂബ് സാർ പവർ സൈഡാണ് ഞാൻ, അതേപോലെ തന്നെ റമീസിന്റെ പവർ സൈഡാണ് ഞാൻ, ബെൽനിസാർ പവർ സൈഡാണ് ഞാൻ, പിന്നെ ഉമർ സാർ പവർ സൈഡാണ് ഞാൻ. ഞാൻ എവിടെ? അവരെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കണില്ല എന്നർത്ഥം. ഓലെ ഞാൻ ഉപയോഗപ്പെടുത്താറുമില്ല. ഇത് നമുക്ക് കിട്ടണം ഈ ഊർജം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന ഒരു ലോകം പടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നീ കുറച്ച് കഷ്ടപ്പെട്, ഇവിടെ നീ ഒറ്റക്കൊള്ളൂ എന്നുള്ള മനോഭാവം മാറ്റി. ദൈവം കൂടെ ഉണ്ട്. ഇവിടെ എനിക്ക് ആളുകൾ അടിമകളെ ഇല്ലാത്തുള്ളൂ, ഉടമ നിന്റെ കൂടെ ഉള്ളത്. ഉടമ നിന്റെ കൂടെയാണ് ഉള്ളത്. എന്തിനു നീ നിരാശപ്പെടണമെന്ന് എന്റെ മനസ്സിനോട് ചോദിച്ചപ്പോഴാണ് തളർച്ചയില്ലാതെ ഞാൻ ഇതിൽ പിടിച്ചു നിന്നത്. ഒരു പക്ഷി വന്നൊരു മരക്കൊമ്പിൽ പാറി വന്നിരിക്കുമ്പോ ആ മരക്കൊമ്പിന് ഉറപ്പുണ്ടോ എന്ന് ഒരിക്കലും നോക്കാറില്ല. അതിന്റെ ചിറകിനുള്ള ശക്തിയിൽ അതിനൊരു വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ടാണ് അതെങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഞാനും അങ്ങനെയാണല്ലോ. റൂബി റാങ്കിലെത്തിയ മുതലേ ഞാൻ GTS എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ATC ആയാലും STC ആയാലും ഒരാൾ GTS എടുക്കാത്ത എന്തുകൊണ്ട്? ആത്മധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എവിടെ എത്ര ആയിരക്കണക്കിന് ആളുകൾ കൂടിയാലും ഞാൻ GTS അവതരിപ്പിക്കുന്നു, ഞാൻ FSS എടുക്കുന്നു, കട്ടിങ് അടിച്ചെടുക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് നേതൃത്വം നൽകുന്ന ടീം ലീഡേഴ്സ് ശക്തമാണെന്ന ഒരൊറ്റ വിശ്വാസം മാത്രം. അവരെ ഞാൻ ഉപയോഗപ്പെടുത്താറില്ല എന്ന് മാത്രം. ഞാൻ ഒരു ദിവസം GTS കേട്ട് ആൾക്കാർ മടുത്തപ്പോ ഞാനൊരു ഐഡിയ ഉപയോഗിച്ചു. FSS എന്ന് എഴുതിയാണ്. GTS തന്നെ എടുത്തു കൊടുക്കാൻ വിചാരിച്ചത്, പക്ഷെ FSS എന്ന് എഴുതി കാണാണ് ഞാൻ അവിടെ ക്ഷണിച്ചത്. അന്ന് എന്നോട് റമീസ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, ദാറാൻ ഉസ്താദേ, നിങ്ങൾക്ക് ഇനി FSS എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ ആത്മധൈര്യത്തോടെ, ഞാൻ ഉറച്ച മനസ്സോടെ ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എങ്ങനെ കഴിയും? അതായത് എന്നെ തളർത്തല്ല പറഞ്ഞത്. FSS എടുത്ത് കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നിടത്ത് എത്തുമ്പോ നിങ്ങൾ എന്ത് പറയും എന്ന് വെച്ചിട്ടോട്. ഞാൻ തുണി എടുത്തിട്ടാണ് അന്ന് ക്ലാസ് എടുക്കാറുള്ളത്. മനസ്സിലായോ?
അന്നൊന്നും പാന്റ് ഇടാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ രമേശ് സാറിന്റെ ഇടപെടൽ നിങ്ങൾ നോക്കി എന്നെ ചിന്തിപ്പിക്കുന്നു. രമേശ് സാർ പറഞ്ഞു FSS എടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, അറിവുണ്ട്, ഓക്കെ, പക്ഷെ നിങ്ങൾ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യാതെ അവിടെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഇന്ന് നോക്കി ഞാൻ പാന്റ് ഇട്ടിട്ട് എന്റെ ഷർട്ട് ഇട്ടിട്ട് ടൈ ഇട്ടിട്ട് എന്നോടുള്ള എനിക്ക് എന്നിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് തരുന്നത്. അത് സാറിന് ഞാനൊരു ശ്രോതാവായി വന്നതാണെങ്കിൽ ഞാൻ വെറും ടീഷർട്ട് ഇട്ട് വന്നാലും മതി. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിനോടുള്ള ഒരു ബഹുമാനമാണിത്. ഇത് കഴിഞ്ഞാൽ ഞാൻ ചായ കൂടി കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടാനുണ്ട്. ഇന്നലെ രാവിലെ 6 മണിക്ക് പോയിട്ട് രാത്രി 9:30 മണിക്കാണ് വരുന്നത്. അതുവരെ എത്രയോ ആളുകൾ കാണാനുണ്ട്. വലിയ വലിയ ടീമൊക്കെ നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക, ബിസിനസ്മാൻമാർ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അസോസിയേറ്റ് പറഞ്ഞു, നിങ്ങൾ അയാളെ ഉടായിപ്പാണെങ്കിൽ തല്ലാനും ജയിലിലാക്കാനും കരുതിയിട്ട് തന്നെ വന്നോ, നിങ്ങൾ അയാളുടെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോകും, നിങ്ങൾ വരി എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ അയാൾ എന്റെ ടീമിൽ വന്നു നോക്കുമ്പോ അത്ഭുതപ്പെടുത്തി പോയി ഈ ടീമിനെ. കാരണം എല്ലാവരും അസുഖം മാറിയ അനുഭവമുള്ളവര്, മാഷന്മാര്, അതേപോലെ വേറെ MLM-ൽ നിന്ന് ഇതിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ അതിൽ അംബാസഡറൊക്കെ ആയിട്ട് നിന്നിരുന്ന ആൾക്കാർ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ, വേറെ മോണിക്കാരിലൊക്കെ അംബാസഡർ ആയ സ്ഥാനത്ത് നിന്നിരുന്ന ആളൊക്കെ എന്റെ കൂടെ മൈ ലൈഫിലുള്ളത്. അപ്പൊ അത് കണ്ട പോലെ ആകെ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങളെ സംശയം ഫുള്ള് തീർക്കണം, ലീഗാലിറ്റി ഉള്ള ബിസിനസ് ആണോ നോക്കണം. പ്ലാൻ വളരെ സിമ്പിൾ ആണ്, അട്രാക്റ്റീവ് ആണ്. മറ്റ് കമ്പനികൾക്ക് ഒന്നുമില്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്ലാനാണ് നമ്മളെ പ്ലാന്. പ്രോഡക്റ്റ് അത് സൂപ്പറാണ്. മാത്രമല്ല അവാർഡ് കിട്ടിയ 2019-ലും 2022-ലും 2024-ലും പ്രൊഡക്റ്റ് അവാർഡ് കിട്ടിയ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ സയന്റിസ്റ്റ് വിങ് ഇതാണ്, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇതാണ്, ഇതിന്റെ മാനേജിങ് ഇതാണ്, ഇതിന്റെ രജിസ്ട്രേഷൻ, അതേപോലെ കോർപ്പറേറ്റീവ് ഓഫീസ്, ഇതിന്റെ റീജിയണൽ ഓഫീസ് ഇന്നതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ സൈറ്റൊക്കെ ഒന്ന് സന്ദർശിച്ചു നോക്ക് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് സന്ദർശിക്കുമ്പോ നല്ല കമ്പനി, ഒരു 20 കമ്പനിന്റെ ഇടയിൽപ്പെട്ട ഒരു കമ്പനി ആയാലും അത് നല്ല കമ്പനി ആയിരിക്കും. നമ്മൾ 10 തന്നെ മുന്തിയ കമ്പനിയാണ്. അതിനാണ് ബെൽനി സാറ് പറഞ്ഞത്, ഗവൺമെന്റ് വെബ് പോർട്ടൽ പ്രസിദ്ധീകരിച്ചിട്ട് ഇതിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുമ്പോ ഏതാണ് നല്ല കമ്പനി എന്ന് ഇന്ന് വരെ ഇട്ടിട്ടില്ല. എന്തുകൊണ്ട്? അതിന്റെ അത്രയും വലിയൊരു ലോകമാണ് ഡയറക്ഷനിൽ. ഇത് നാളെ പറഞ്ഞ് ഇന്ന് പ്രഖ്യാപിച്ച് ചെയ്യാൻ പറ്റിയ സംവിധാനം അല്ല, വലിയൊരു അടർന്നു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഡയറക്ഷനിൽ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാറായി തുടങ്ങിയെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ ഒരു സംവിധാനം ചെയ്യുമ്പോൾ 10 കമ്പനിയെ ഉള്ളൂ നല്ലത് എങ്കിൽ അതിലൊന്ന് മൈ ലൈഫ് ആയിരിക്കും. ഇനി അതല്ല 5 ഉള്ളൂ എങ്കിൽ അതിലൊന്ന് മൈ ലൈഫ് ആയിരിക്കും. അതല്ല ഇനി 1 ഉള്ളൂ എങ്കിൽ അതിന്റെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ബെൽനി സാർക്ക് പറയാനുള്ള ഊർജം പകർന്ന മാനേജ്മെന്റ് ആണിത്. മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന, അഡ്വൈസറി ബോർഡിനോട് ചേർന്ന് നിൽക്കുന്ന, ഗോപി സാറോട് ചേർന്ന് നിൽക്കുന്ന, അനീഷ് പിന്നെ അനൂപ് സാറോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ മുബീൻ സാറോട് ചേർന്ന് നിൽക്കുന്ന ലീഡർ എന്ന നിലയിൽ ബെൽനി സാറിന്റെ വാക്കിന് അത്രയും ഊർജം പകരുന്നത് എന്തുകൊണ്ടാ? മാനേജ്മെന്റ് എന്താന്ന് അറിയുന്നത് കൊണ്ടാ. നമ്മൾക്ക് മാനേജ്മെന്റ് ആരാന്ന് അറിയില്ല, പക്ഷെ നമ്മൾക്ക് ബെൽനി സാർ ആരാന്ന് അറിയാൻ ശ്രമിച്ചാൽ മാത്രം മതി. ബെൽനി സാർ നമ്മെ നയിക്കുന്ന നല്ല ലീഡറാണ്, അതൊരു കമാൻഡറാണ്. പല പാളിച്ചകളും ടീം വർക്കിലൊക്കെ ടീമിൽ സംഭവിക്കുമ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുകയാണ് ബെൽനി സാർ ചെയ്യുന്നത്. ബെൽനി സാർ പറയും, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കണ്ട. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ സിറ്റിംഗ് ചെയ്യാൻ കേരളത്തിലുള്ളത് ഞാനാണ്. അപ്പൊ എന്റെ വാക്കിന് ഒരു മൂല്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി നല്ലത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അവിടെ എന്ന് പറഞ്ഞു തരുന്നത് അതിനാണ്. അല്ല ബെൽനി സാറെ കുറ്റം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോ, ഒരു ടീമിൽ ഒരു പ്രശ്നം വരുമ്പോ ആ ടീമിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിതാ കഴിഞ്ഞ ആഴ്ച ഞാൻ വല്ലാതെ വിഷമിച്ച ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇത്രയും 1.5 വർഷം നോറ്റി വളർത്തിയ ഒരു പെൺകുട്ടി, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന കുട്ടി, ആ കുട്ടീനെ പ്രലോഭിപ്പിച്ച് ഭർത്താവിന്റെ ഐഡിയ അടുപ്പിച്ചിട്ട് ഭർത്താവിന്റെ ഐഡിയയിലൂടെ അവളുടെ വർക്ക് ചെയ്യുന്ന ആളാക്കി മാറ്റിയ ഒരു ടീം. ഒന്ന് ആലോചിച്ചു. പക്ഷെ അയാൾക്ക് ഒരു വലിയ സന്ദേശം കൊടുക്കാണ്ട്, പ്രായ മക്കളെ ഇതിന് വിഷയമല്ല, വിദ്യാഭ്യാസത്തിന് വിഷയമല്ല, വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിജയിച്ച ആളുകളുടെ ക്ലാസ് ഒക്കെ ഒന്ന് കേട്ട് നമുക്കും അതുപോലെ ആവാനുള്ള ഒരു ആഗ്രഹമൊക്കെ ആഗ്രഹിക്കാനൊക്കെ പറ്റണമെങ്കിൽ ഇതിൽ നിന്നേ പറ്റൂ എന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ കഴിയും. പോസിറ്റീവ് മാത്രം ചിന്തിക്കണം, പോസിറ്റീവ് മാത്രം എടുക്കണം. ഒരു കോഴി പോലും തന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതിന് വേണ്ടാത്തതൊക്കെ ചിക്കി പുറത്തേക്ക് കളഞ്ഞ് ആവശ്യമുള്ളത് മാത്രം കൊത്തി കൊടുക്കൂ. അതാണ് ലീഡറുടെ പണി. രണ്ടാമത്തെ കാര്യം, അവിടെ ശത്രുക്കളാകുന്ന പരുന്ത് പറന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു വിസിലിട്ടിട്ട് ചിറകുകൾ പൊന്തിച്ചു കൊടുത്തിട്ട് അതിന്റെ അടിയിൽ അവരെ താലോലിച്ച് ഭദ്രമാക്കാൻ കഴിയണം. അതാണ് ലീഡറുടെ പണി.
മൂന്നാമത്തെ കാര്യം അത്യാവശ്യമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിനെ കൊത്തി അടഞ്ഞു പോയി സ്വന്തം എന്നെ തേടി പിടിക്കുക. എന്നും പണിക്ക് ഞാൻ നിന്നാൽ ശരിയാവൂല എന്ന് പറയാൻ പറ്റുന്ന ലീഡറായി മാറണം. അവസാനം എന്നും വരെ ഇങ്ങനെ പരിപാലിക്കാൻ നടന്നാലും ഓൻ വളരൂല. ഒരു ദിവസം അവൻ ഒറ്റക്ക് വിട്. ഇപ്പൊ എന്റെ റഫീഖ് സാറിന്റെ എസ്റ്റേസിയ, ഞാനില്ലാതെ അയാൾ പ്ലാൻ പറയില്ല, ഞാനില്ലാതെ ഒന്നും ചെയ്യൂല. അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൂപ്പര് വളരൂലെന്ന്. അങ്ങനെ വലിയൊരു ഹോം മീറ്റിംഗ്, മെഗാ ഹോം മീറ്റിംഗ്, 10-60 ആള് പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിച്ച് അന്ന് ഞാൻ എന്റെ വീട്ടിൽ കിടക്കാണ്. മൂപ്പര് പറഞ്ഞു നിങ്ങളെ എത്താന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നോണ്ടിരിക്കുന്നുണ്ട്, ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾ തുടങ്ങിക്കൊണ്ട് ഞാൻ എത്തുമ്പോത്തിനെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഞാൻ വരുന്നുണ്ടെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നു. മൂപ്പര് പരിപാടിയുടെ സമയത്ത് മൈക്കൊക്കെ ഓണാക്കി സ്വാഗതം പറയാനൊക്കെ ആയപ്പോത്തിന് മൂപ്പര് പുറത്തേക്ക് ഓടലും തുടങ്ങി. ഇനിയിപ്പോ ധാരാളം എത്തിയില്ലെങ്കിൽ ഞാൻ കുടുങ്ങുമല്ലോ പഠിച്ചാനെ, എന്താ ചെയ്യാ. അപ്പൊ എന്നോട് വിളിച്ചു നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അവിടെ എത്താനേക്ക്, നിങ്ങൾ പാനം കെടുത്തല്ലേ, ഒന്ന് തുടങ്ങും പെട്ടെന്ന്, ഞാൻ ഇത് എത്തിന്ന് പറഞ്ഞു. മൂപ്പര് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ബാക്കിലുള്ള ആൾക്കാർക്ക് ഞാൻ വിളിച്ചു വെച്ചപ്പോ തുടങ്ങിക്കണോന്ന് ചോദിച്ചു. ആ തുടങ്ങിക്കണെന്നാണ്. എന്നാ ഞാൻ പറഞ്ഞു ഞാൻ പെരയിലാണ്, മൂപ്പരോട് പറയണ്ടട്ടാ ഞാൻ. അങ്ങനെ അന്തസ്സിൽ ഒരു 2 മണിക്കൂർ മൂപ്പര് പരിപാടിയാണ് നടന്നത്. അന്ന് മുതൽ തുടങ്ങിയ പരിപാടി മൂപ്പര് ഇന്നും ഭംഗിയായിട്ട് പരിപാടി നടത്തുന്നുണ്ട്. പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണെങ്കിൽ അത്, പ്ലാൻ ആണെങ്കിൽ അത്, എല്ലാ കാര്യം വർക്ക്ഷോപ്പ് ആണെങ്കിൽ അതൊക്കെ മൂപ്പര് നടത്തും. ഞാൻ അറിയണ്ട. ഞാൻ എന്റെ ലീഡേഴ്സിനോടൊക്കെ, നിങ്ങളെ ലീഡേഴ്സിനോട് ഞാൻ പറയാ, നിങ്ങൾ ഒരു വീട്ടിൽ ഒരു ദിവസം പ്ലാൻ കൊടുക്കാൻ പോകണമെങ്കിൽ അവിടുന്ന് ഒരു സെൽഫി എടുത്തിട്ട് അതൊന്ന് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് 1000 ആൾക്കാർ അത് കണ്ടാൽ 2 ആളെങ്കിലും ഒന്ന് ലൈക്ക് കൊടുത്തു നോക്ക്. നിങ്ങൾ വളരാൻ അത് മതി. കണ്ടാൽ ലൈക്ക് കൊടുക്കാൻ. ഞാൻ എന്റെ ടീമിൽ ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു ടീം 1.5 ലക്ഷം റുപ്യക്ക് ഒരു സാധനം എടുത്തുക്കണം. എന്നിട്ട് അവള് എടുത്ത സാധനങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇട്ടു. ഇട്ടിട്ട് അവളെ 4 ലീഡർമാർ ഒരു ലൈക്ക് പോലും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചു പേഴ്സണലായിട്ട്, നിങ്ങൾ കണ്ടോ അത്? എന്നിട്ട് നിങ്ങൾ ലൈക്ക് കൊടുത്തോ? ഇല്ല. പിന്നെ ഞാൻ 2-3 ഘട്ടങ്ങൾ പരീക്ഷിച്ചപ്പോ അവരൊക്കെ ഇക്കാര്യത്തിൽ വളരെ അശ്രദ്ധരാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ വെള്ള കടലാസിൽ അവിടുന്ന് പേര് മാറ്റി വെട്ടി കൊണ്ടുവന്നപ്പോ വേറെ നല്ല വർക്ക് ചെയ്യുന്ന ലീഡർമാർക്കാണ് കൊടുത്തു. അത് എന്റെ അഭിമാനം. വർക്ക് ചെയ്യണവൻ ഒരിക്കലും കുടുങ്ങരുത്. വർക്ക് ചെയ്യാത്ത ലീഡേഴ്സ് 10,000 പോട്ടേണ്ട്, വേണ്ട ഞമ്മക്ക് അവരെ. ഈ മനോഭാവം വളർത്താൻ ഇനിയും കഴിയൂലെങ്കിൽ നമ്മൾ വിജയിക്കൂല. വർക്ക് ചെയ്യണവനെ വിജയിപ്പിക്കാൻ കൂടെ നിന്ന് കൊടുക്കണം. ഓന്റെ ID 10 ലക്ഷം ഉണ്ടായിക്കോട്ടെ, അത് പോട്ടേണ്ട്. ഓൻ STC ആയിക്കോട്ടെ, ഓന് നോക്കാനാണെങ്കിൽ ഓന്റെ തലക്കന്ന് ബ്രോൺസ് മുതൽ തുടങ്ങാൻ പറയും. ഓൻ വലിയൊരു തലമുറനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയത് അവിടെ. ഓൻ ലീഡറെ കളി കണ്ടിരിക്കാൻ വന്നതല്ല ഇവിടെ. ലീഡറെ ഒഴിഞ്ഞു മാറൽ കണ്ടിരിക്കാൻ വന്നതല്ല ഓൻ ഇവിടെ. ഓൻക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങൾ ലീഡേഴ്സ് ആയി വളരെ LTP പ്രോഗ്രാം, RTP പ്രോഗ്രാം, FSS പ്രോഗ്രാം, GTS പ്രോഗ്രാം, അതേപോലെ തന്നെ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം, അങ്ങനെ DTP പ്രോഗ്രാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഞാനിപ്പോ തമിഴ് പഠിക്കേണ്ടി വന്നില്ല. തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ വലിയൊരു ടീം വന്നിട്ട് ഞാൻ ഇപ്പൊ തമിഴനാവാൻ പോവാണ്. ഞാൻ പഠിക്കാൻ പോകും. ഞാൻ പറയുന്ന മലയാളമൊക്കെ അവർക്ക് തരുന്നുണ്ട്, പക്ഷെ അവര് പറഞ്ഞ തമിഴ് എനിക്ക് തരുന്നില്ല. അപ്പൊ ഞാൻ തമിഴ് പഠിക്കണം. ഇങ്ങനെ നമ്മളെ ഉരച്ച് മാറ്റി മറിച്ച് കൊണ്ടേയിരിക്കുന്ന ബിസിനസിന്റെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ കാര്യം വിജയത്തിലുള്ള വഴി എന്ന് പഠിക്കുമ്പോ വെറും വഴി എന്നുള്ള മലയാളം പഠിച്ചാൽ പോരാ, അവിടെ WHY എന്നൊരു പഠിക്കണം. എന്നാണ് ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നത് എന്ന് ആദ്യം പഠിക്കുന്നത്. എന്നിട്ട് എന്തിനാണ് ഡയറക്റ്റ് സെല്ലിംഗിൽ മൈ ലൈഫ് എടുക്കുന്നത് എന്ന് പഠിക്കും. മൈ ലൈഫ് അല്ലാതെ എത്ര ഡയറക്റ്റ് സെല്ലിംഗ് MLM ഉണ്ട് ഇവിടെ? പക്ഷെ മൈ ലൈഫ് എന്തിനാ ഞാൻ ചെയ്യണമെന്ന് പഠിക്കുക. എന്നിട്ട് മൈ ലൈഫിന്റെ പ്ലാൻ അറിയുന്ന ലീഡർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും 2,10,000 എല്ലാ സുഹൃത്തെ നമ്മളെ ഡ്രീം. ഓരോ ഐഡിയയിലും 2,10,000, 3 ഐഡിയയിലും ആഴ്ചയിലും വാങ്ങാവണം ഡ്രീം എന്നും ഉണർത്തിക്കൊണ്ട് എല്ലാ കഴിവും പ്രാപ്തിയും ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്ന്